ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ദൈവാത്മാവ് നമുക്ക് തന്നിട്ടുള്ള ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം 13 വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞു എന്നോ പറയും എന്നോ അല്ല, പറയുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വർത്തമാന കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മോട്, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നെ സഹായിക്കും, നീ ഭയപ്പെടരുത്. ദൈവത്തിന് മഹത്വം. ഒരു മനുഷ്യൻ്റെ വലങ്കൈ എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തി, അവൻ്റെ കുടുംബം, അവൻ്റെ കുഞ്ഞുങ്ങൾ, അവൻ്റെ സമ്പാദ്യം, അവൻ്റെ പ്രവൃത്തി മണ്ഡലം, അവൻ്റെ വിശ്വാസം, അവനുള്ള സകലതും, അവൻ്റെ ജീവിതത്തിൽ അവന് പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊക്കെയും അതിനെ എടുത്തു കാണിക്കുന്നതാണ് വലത്തുഭാഗം, വലങ്കൈ. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പുത്രനോട് ദാവീദിൽ കൂടെ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഏത് നിമിഷത്തിലും എമർജൻസി, അഡ്വാൻസ് ഹെൽപ്പിന് വേണ്ടി ദൈവം ആദ്യം തൊടുന്നതായ ഒരു വിഷയം, ഒരു സന്ദർഭം, ഒരനുഭവം, ദൈവിക തലോടലിനെ നമുക്ക് വേണ്ടി ദൈവം ദാനമായി നൽകുന്നതായ ഒരവസ്ഥയാണ് വലത്തുഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ വലത്തുകൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെയും വലതുകൈ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിൻ്റെ വലത്തുകൈ പിടിച്ച് നിന്നെ സഹായിക്കും. അതേ അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ എങ്ങനെ സഹായിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നോക്കൂ, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ നമ്മുടെ പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ പാഴ്മലകളായി കിടക്കുന്നതായ നദികളുണ്ട്. അവിടെ കാട് പിടിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നതായ അനേക നദി സഞ്ചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴ്വരകളുടെ നടുവിൽ ഉറവകളില്ലാതെ വരണ്ട് കിടക്കുന്നതായ താഴ്വരകൾ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവിടെ ഞാൻ ഉറവകൾ തുറക്കും. ഇപ്പോൾ അത് വരണ്ട് കിടക്കുന്നതായ സ്ഥലമാണ്. മരുഭൂമിയെ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. വരണ്ട് കിടക്കുന്നതായ അനുഭവങ്ങളൊന്നുമില്ലാതെ, നോക്കാതെയും ശ്രദ്ധിക്കാതെയും വൃത്തിയാക്കാതെയും കാട് പിടിച്ച് കിടക്കുന്നതായ അനേക കാട്ടുപ്രദേശങ്ങളെ, വനപ്രദേശങ്ങളെ, പാഴ്മലകളെ, പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ ഞാൻ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നെ സഹായിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രവൃത്തികളിന്മേൽ നിരാശപ്പെട്ടിരിക്കുന്നതായ, അധ്വാനത്തിന്മേൽ നിരാശപ്പെട്ടിരിക്കുന്ന, കുടുംബത്തിന്മേൽ, അവരുടെ പ്രശ്നങ്ങളിന്മേൽ നിരാശയോടുകൂടി അനേക ജീവിതത്തിലെ പ്രശ്നങ്ങൾ താണ്ടുവാൻ കഴിയാതെ, കടന്നു പോകുവാൻ കഴിയാതെ ദൈവസന്നിധിയിൽ നീർന്ന വ്യക്തിത്വങ്ങളോട് ഈ തിങ്കളാഴ്ച ദിവസത്തെ പ്രഭാതത്തിൽ, പ്രവൃത്തി ദിവസത്തിൻ്റെ ആരംഭത്തിൽ ദൈവം കൽപ്പിക്കുകയാണ്, ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അസാധ്യമായി നിൻ്റെ മുൻപിൽ വരണ്ട് കിടക്കുന്ന പല സ്ഥലങ്ങളിലും നീരുറവുകൾ ഉണ്ടാകും. നോക്കൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നാം ഏറ്റെടുക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്ന് യഹോവ, അല്ലെങ്കിൽ ദൈവം, നിന്റെ ദൈവം അരുളി ചെയ്യുന്നു, പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്യും, സഹായിക്കും എന്ന് ദൈവം പറയുന്നു.
അപ്പോൾ പറയുന്നു എന്നുള്ളതായ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പറഞ്ഞു എന്നുള്ളതായ ഒരു കഥ നമ്മുടെ മുൻപിൽ നിന്ന് മാറിപ്പോകും. പണ്ടെവിടെയോ എപ്പോഴോ ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു എന്നുള്ളത് ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് ജീവനില്ല. എന്നാൽ ദൈവം പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ജീവനായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരും, നമ്മുടെ പ്രവൃത്തികളിൽ കടന്നു വരും, നമ്മുടെ സന്തോഷത്തിൽ കടന്നു വരും, നമ്മുടെ കുടുംബത്തിൽ കടന്നു വരും. ഇപ്പോഴുള്ളതായ കുടുംബത്തിൻ്റെ അവസ്ഥ, കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ വിശ്വാസത്തെ, ദൈവവുമായിട്ടുള്ള അടുപ്പമൊക്കെ പാഴ്നിലങ്ങളായി ഒരു ഫലങ്ങളും കൊണ്ടുവരാതെ നമ്മുടെ ജീവിതത്തിൽ നിരാശ എപ്പോഴും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നതായ ജീവിതങ്ങളുണ്ടോ, അവരോട് ദൈവാത്മാവ് പറയുകയാണ്, ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നെ നടത്തും, നിന്നെ സഹായിക്കും. അപ്പോൾ ദൈവം മുഴുവനും ആ ഭാരം ഏറ്റെടുക്കുന്നതിന് അങ്ങേപ്പുറം സഹായിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലും അതിനായിട്ടുള്ളതായ ഒരു പ്രവൃത്തി ഉണ്ടാകണം എന്നർത്ഥം. നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം അതിന്മേൽ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ കരുത്തിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ജോലിയെല്ലാം ദൈവം ഏറ്റെടുക്കുകയല്ല, എന്നാൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം സഹായിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം കർത്താവ് നിന്നുകൊണ്ട് ജനങ്ങളെ, കഷ്ടപ്പെടുന്നവരെ നോക്കി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. അതിനുശേഷം പറയുന്നത്, ഞാൻ നിങ്ങളുടെ അധ്വാനങ്ങളും നിങ്ങളുടെ ഭാരങ്ങളും മുഴുവനും ഞാൻ വഹിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആണെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുമ്പോൾ നിങ്ങളിൽ ഒരു സൗമ്യത കടന്നു വരും. ആ സൗമ്യത മയമുള്ള നുകത്തെ, ഇപ്പോൾ കഠിനമായ ഭാരത്തെ മാറ്റി നിങ്ങൾക്ക് നിഷ്പ്രയാസം വഹിച്ചുകൊണ്ട് പോകാവുന്ന ഒരു ഭാരമായി, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ചില സഹായങ്ങളായി അത് മാറ്റപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും, ഭാരമെല്ലാം യഹോവയുടെ കാര്യങ്ങളിൽ വയ്ക്കുക, നല്ലത് തന്നെ. എന്നാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തി അവൻ സഹായിക്കും. നാം പ്രവർത്തിക്കരുതെന്നല്ല, പ്രവർത്തിക്കേണ്ടെന്നല്ല, പ്രവൃത്തി ചെയ്യുന്ന ഒരുത്തന് മാത്രമേ അതിന്മേൽ ദൈവത്തിൻ്റെ സഹായം എത്തുകയുള്ളൂ. ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ വലതുവശത്തിലെ കാര്യങ്ങൾ, നിൻ്റെ കുടുംബം, നിൻ്റെ കുഞ്ഞുങ്ങൾ, ഭാരങ്ങൾ ഏറിയിരിക്കുന്നതായ വിഷയങ്ങൾ, നിൻ്റെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, നിൻ്റെ സമ്പാദ്യപരമായ വിഷയങ്ങൾ, അനേക കുടുംബ ബന്ധങ്ങൾ, അനേക ജീവിതങ്ങളുടെ അല്ലെങ്കിൽ ആരാലും പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയങ്ങൾ നിൻ്റെ മുൻപിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ എൻ്റെ വലതു ഭാഗത്ത് വരിക, ഞാൻ നിൻ്റെ വലം കൈ പിടിക്കട്ടെ. ദൈവം നമ്മുടെ വലം കൈ പിടിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വലം കൈ ഭാഗത്ത് ചെല്ലണം. എൻ്റെ വലത്ത് ഭാഗത്ത്, ദൈവത്തിൻ്റെ വലത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗത്ത്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായി, കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം ബഹുമാനിക്കുന്ന സ്ഥാനം, ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നാം ഇരിക്കുമ്പോൾ, ഒരു വഴികളിൽ കൂടെ നടക്കുമ്പോൾ, ഒരവസ്ഥയിൽ കൂടെ, അവിടെയൊക്കെ ദൈവം മാനിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ദൈവത്തിൻ്റെ സഹായം അവിടെ ഉണ്ടാകും. നമ്മുടെ ചിന്തകളെയും ഭാരങ്ങളെയും മറന്ന് ക്രിസ്തുവിലുള്ളതായ ഒരു സന്തോഷം പങ്കിടുവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗം തേടി അവിടെ കണയുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ വലം കൈ പിടിക്കും. നിൻ്റെ ഭാരം ഞാൻ നിൻ്റെ വലം കൈ പിടിക്കുന്നതിനാൽ നിനക്കതിനെ വഹിച്ചുകൊണ്ട് പോകുവാനും നിനക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും നിന്നാൽ നിഷ്പ്രയാസം സാധിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ, ദൈവം പറയുന്നു എന്ന് പറയുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മുടെ കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഈ പ്രഭാതം സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.